എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്ന അടിപൊളി ഒരു മലയുടെയും കുന്നും താഴ്വരകളൊക്കെ ഉള്ള ഒരു സ്ഥലത്താണ്. വളരെ മനോഹരമാണ്. നിങ്ങൾക്ക് ആയിട്ട് അടിപൊളി ഒരു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അവിടെ അപ്പുറത്ത് പിള്ളേർ, അതിൻ്റെയാണ് സൗണ്ട് കേൾക്കുന്നത്. ഇപ്പം നേരെ സന്ധ്യയായ സമയമാണ്, സായന്തന സമയമാണ്. അതായത് ത്രിസന്ധി സമയത്താണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ നിൽക്കുന്നതിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയൊരു ആറും ഒഴുകുന്നുണ്ട്. അപ്പം നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. നേരെ വീഡിയോയിലോട്ട് പോകും. വളരെ മനോഹരമാണ്. വളരെ പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലമാണിത്. ഇവിടെ നല്ല വന്ന് സായന്തനം എല്ലാം റിലാക്സ് ചെയ്തിരിക്കാനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ് ഇവിടെ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. കണ്ടില്ലേ, വളരെ സമാധാനം, വളരെ സ്പേസ്ഫുള്ളായ സ്ഥലമാണ്. വെള്ളത്തിൻ്റെ ശബ്ദവും എല്ലാം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടാവുമായിരിക്കും. ബാക്കിൽ വെള്ളത്തിൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കും, വെള്ളം ഒഴുകുന്ന ശബ്ദം കേൾക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ എല്ലാം കൊണ്ട് പ്രകൃതി മനോഹരമായ ഒരു സ്പേസാണിത്. ഞങ്ങൾ എപ്പോഴും ഇവിടെ വരാറുണ്ട്. ഞങ്ങൾ കുളിക്കാനും അലക്കാനും ഒക്കെ വരുന്ന സ്ഥലമാണിവിടെ. പിന്നെ ഇവിടെയൊക്കെ നെൽകൃഷി ചെയ്യുന്ന സ്ഥലം കഴിഞ്ഞ് ഇവിടെ എല്ലാം വളരെ ഒന്നും ഇല്ലാണ്ടിരിക്കണം. ഇവിടെ നെൽകൃഷി ചെയ്യുന്ന പാടവും കൂടെ ആണ് ഇവിടെ. നെൽകൃഷിയുണ്ട്. ഇത് കേൾക്കാമല്ലോ, സൗണ്ട് കണ്ടില്ലേ? ഡ്രംസൊക്കെ കൊട്ടുന്ന സൗണ്ട് കേൾക്കാം. എല്ലാം കൊണ്ട് വളരെ ശാന്തമാണ്. എല്ലാവരും റിലാക്സ് ചെയ്യാനായിട്ട് വരുന്ന ഒരു സ്ഥലമാണിത്. കുളിയെല്ലാം കഴിഞ്ഞാണ് വീഡിയോ ആയിട്ട് നിങ്ങളെ മുമ്പിലേക്ക് വരുന്നത്. കുറച്ച് നേരം മുമ്പ് വന്ന് അലക്കി കുളിയെല്ലാം കഴിഞ്ഞ് നല്ല തണുപ്പാണ്, വെള്ളത്തിന് നല്ല തണുപ്പാണ്. ഐസും കട്ട പോലെ ഇരിക്കും ഇവിടുത്തെ വെള്ളം. വളരെ നല്ല പ്യൂരിഫിക്കേഷൻ ചെയ്ത് വരുന്ന നല്ല തണുത്ത വെള്ളമാണ്. കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല റിലാക്സായി, തലയൊക്കെ നല്ല തണുപ്പായി. ഇപ്പം ഇവിടെ തണുപ്പ് വീണ് തുടങ്ങി. കാരണം മലപ്രദേശം ആയതുകൊണ്ട്, മലയുടെ അടിവാര പ്രദേശങ്ങളായതുകൊണ്ട് നല്ല കൂളിംഗ് ആണ് ഇവിടെ. എപ്പോഴും നമുക്ക് സ്വെറ്ററും കാര്യങ്ങളൊക്കെ വേണം. നല്ല തണുപ്പ് തുടങ്ങി. അങ്ങനെ എന്താ പറയാനുള്ള ഇവിടത്തെ കുറിച്ച്? പ്രകൃതി രമണീയമായ ഈ വളരെ ശാന്തമായ സായന്തനത്തിൽ വളരെ റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റിയ സ്ഥലം. പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇത് കണ്ട, ഇത് ഒരു ആറ്റിൽ നിന്ന് തന്നെ ഒരു വെള്ളമാണ്. മലയുടെ മുകളിൽ നിന്ന് അവിടെ നിന്ന് സ്പ്രെഡ് ചെയ്ത് അല്ല ടണല് കെട്ടിയിട്ടുണ്ട്. ഇവിടെയാണ് ആളുകൾ കുളിക്കാനും അലക്കാനും. ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് കുളിച്ച് കഴിഞ്ഞ് പോണേണ്ട ഇതെല്ലാം ഉണ്ടായിരുന്നു. കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വളരെ ശാന്തമായിട്ട് പോണു. ഇനി അവിടെ ഒരു അമ്പലമുണ്ട്, അമ്പലത്തിൽ കയറി പ്രാർത്ഥിച്ച് നേരെ വീട്ടിലേക്ക് പോകും. ഭയങ്കര തണുപ്പാണ്. ഫ്രഷ് പ്യൂരിഫിക്കേഷൻ വാട്ടറാണ്. മലയുടെ മുകളിൽ നിന്ന് വരുന്ന ഫ്രഷ് നല്ല ശുദ്ധമായ വെള്ളം. എന്തായി പോവാൻ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ. അപ്പം എല്ലാവർക്കും നല്ലൊരു സായന്തനം നേരുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. ശംഭോ മഹാദേവ. ശാന്തി സമാധാനം. ഓം ശക്തി.